സ്പാർക്ക് സൈറ്റിൽ ജീവനക്കാരുടെ ലീവ് കൊടുക്കുന്നതിന് സർവീസ് മാറ്ററിൽ ലീവ് CO ഓഫ് ലീവ് പ്രോസസ്സിംഗ് എന്ന ഈ ഭാഗത്ത് വരുക. അവിടെ നിന്നും ലീവ് ഹിസ്റ്ററിയിൽ പോവുക. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇത്രയും കഴിയുമ്പോൾ അവിടെ നമുക്ക് ലഭ്യമാക്കുന്ന പേജ് ആ എംപ്ലോയിയുടെ ലീവ് അക്കൗണ്ട് പേജാണ്. ഇവിടെ ഏത് തരം ലീവും അപ്ലൈ ചെയ്യാം. ഏൺഡ് ലീവ്, മെറ്റേണിറ്റി ലീവ്, ലീവ് വിത്തൗട്ട് അലവൻസ്, കമ്മ്യൂട്ടഡ് ലീവ് തുടങ്ങിയ സർവീസിൽ എടുക്കുന്ന ആവശ്യമായ ഓരോ ലീവും ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ലീവ്, ഏൺഡ് ലീവ് കൊടുക്കുന്നത് ലീവ് സറണ്ടർ എടുക്കുന്ന സമയത്ത് ഏത് മാസമാണോ ലീവ് സറണ്ടർ എടുക്കുന്നത് ആ മാസം അത്രയും ദിവസം ഏൺഡ് ലീവ് ഈ ലീവ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഏൺഡ് ലീവ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ഒരു വർഷത്തിൽ 30 ദിവസമാണ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് 15 ദിവസം. അധ്യാപകർക്കാണെങ്കിൽ വെക്കേഷൻ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ലീവ് അനുവദിക്കുന്നത് ഗവൺമെൻറ് ഓർഡർ അനുവദിക്കുന്ന പ്രകാരമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലീവ് വിത്തൗട്ട് അലവൻസ് ആണ്. ഇതിനകത്ത് എല്ലാ കോളവും ഫില്ല് ചെയ്യുക. ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുക്കുക. അഡ്രസ് കോളം നിർബന്ധമല്ല. അത് കഴിഞ്ഞിട്ട് സ്കൂളിലെ ഒരു ഓർഡർ നമ്പർ കൊടുക്കുക. പാസ്സാക്കുന്ന ഡേറ്റ് കൊടുക്കുക. ഇവിടെ ഈ ഒരു പോസ്റ്റ് കാണിച്ചതിന് കാരണം, അതായത് ഓവർലാപ്പിംഗ് വന്നത് കൊണ്ടാണ്. ഇവിടെ 29/4/2023 റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഡേറ്റ് മാറ്റണം. 29 എന്നുള്ളത് 30 ആക്കണം. തിരികെ 30 മുതൽ 3/5 വരെയാണ് കൊടുക്കേണ്ടത്. അതായത് ലീവ് കൊടുത്ത ഡേറ്റിനകത്ത് പിന്നെ ഒരു ലീവ് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇൻസേർട്ട് കൊടുത്ത് ലീവ് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുക.